വീണ്ടും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഒരു വെൽഡിംഗ് മെഷീനാണ്. ഈ വെൽഡിംഗ് മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 ടൈപ്പ് വെൽഡിംഗ് ചെയ്യാം. നമുക്കറിയാം വെൽഡിംഗ് ഒരുപാട് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഉണ്ട്. ഗ്യാസ് വെൽഡിങ്, അതുപോലെ ആർക്ക് വെൽഡിങ്, മിഗ്, മാഗ്, ടിഗ്, ഒരുപാട് ടൈപ്പ് വെൽഡിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ വെൽഡ് ചെയ്യാം എന്നുള്ളതാണ്. പുതിയ ടെക്നോളജിക്കകത്ത് പുതിയ സെറ്റ് ഒക്കെ വരുന്നത്. കമ്പനിക്കാർ അങ്ങനെയാണ് ഇന്നോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഒരു വെൽഡിംഗ് സെറ്റ് വന്നതിനകത്ത് നമുക്ക് ആർക്ക് വെൽഡിങ്, മിഗ് വെൽഡിങ്, അതുപോലെ മാഗ്, അത് മൂന്നും കൂടെ ചെയ്യാൻ പറ്റുന്ന, കമ്പൈൻ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ്. നമുക്കറിയാം സാധാരണ മിഗ് എന്ന് പറയുന്ന വെൽഡിംഗ് സെറ്റ് തന്നെ അത്യാവശ്യം ഒരു 50,000 മേളിലേക്ക് വില വരുന്ന സെറ്റുകളാണ് മിഗ് എന്ന് പറയുന്നത്. മാഗും ഏതാണ്ട് ഒരു 13,000 രൂപ തൊട്ട് മേളിലേക്കൊക്കെ വില വരുന്ന സെറ്റുകളാണ് മാഗ്. ആർക്ക് വെൽഡിംഗ് സെറ്റ് ആണെങ്കിലും ഒരു 3,000, 4,000 തൊട്ട് മേളിലേക്ക് ഒരു സെറ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു സെറ്റ് ഐബൽ എന്ന് പറയുന്ന കമ്പനി ഒരു സെറ്റ് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ മോഡൽ 220-81 എന്ന് പറയുന്നൊരു മോഡലാണ്. 220-81 എന്ന് പറയുന്ന മോഡലാണ്. അത് നമുക്ക് അൺബോക്സ് ചെയ്ത് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. ഇതാണ് മിഗിൻ്റെ മാഗും MMA-യും കൂടെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സെറ്റ്. അതിൻ്റെ ഹോൾഡറാണത്. മിഗ് മാഗും ചെയ്യാനുള്ള ഹോൾഡറാണത്. ഇതാണ് ആർക്ക് ചെയ്യാനുള്ള ഹോൾഡർ. ഈ കാണുന്നത് ഗ്യാസ് വരാനുള്ള ഓസാണ്. മിഗ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഗ്യാസിൻ്റെ ആവശ്യമുള്ളത്. ഇതെൻ്റെ എർത്ത് കേബിളാണ്. ആർക്ക് ചെയ്യുമ്പോഴും മിഗ് ചെയ്യുമ്പോഴും നമുക്ക് എർത്ത് ആവശ്യമുണ്ട്. ഇത് വെൽഡിംഗ് ഗ്ലാസ് ആണ്. വെൽഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലാസ്. ഇതിൻ്റെ മാനുവൽ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ചിപ്പിംഗ് ഹാമറാണ്. നമുക്ക് ഫ്ലെക്സ് പൊട്ടിച്ച് കളയാനും ഒരു വയർ ബ്രഷും കൂടിയിട്ടുള്ളൊരു ബ്രഷാണത്. ഇതാണ് ടോട്ടൽ വെൽഡിംഗ് സെറ്റ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചാണ്. മെഷീൻ ഓൺ ആക്കുന്നത് ഇവിടെയാണ്. ഇതിൻ്റെ ഗ്യാസിൻ്റെ ട്യൂബാണ്. ഗ്യാസിൻ്റെ ട്യൂബ് കണക്ട് ചെയ്യേണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നമുക്ക് ഗ്യാസ് കണക്ട് ചെയ്യേണ്ടത്. മിഗ് ആണെങ്കിൽ നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് യൂസ് ചെയ്യേണ്ടത്. മിഗിന് കാർബൺ ഡയോക്സൈഡ്. ഇതാണ് എർത്ത്, നമുക്ക് കണക്ഷൻ കൊടുക്കേണ്ട വയറാണത്. ഇത് എർത്ത് കൊടുക്കേണ്ട സ്ഥലമാണ്. വെൽഡിംഗ് സെറ്റ് എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണത്. ഈ കാണുന്ന ക്യാപ്പിനുള്ളിലാണ് വെൽഡിങ്ങിൻ്റെ സ്പൂള്, വെൽഡിംഗ് റോഡ് അഥവാ വെൽഡിംഗ് സ്പൂൾ വെക്കുന്നതിൻ്റെ ഉള്ളിലാണ്. ഈ നട്ട് ഊരി മാറ്റുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ സ്പ്രിങ് ഉണ്ട്. സ്പ്രിങ് എടുത്ത് മാറ്റുക. അതിനുശേഷം ഒരു വാഷറുണ്ട്. അത് ഊരി മാറ്റിയ ശേഷം ഇതിനുള്ളിലാണ് നമുക്ക് സ്പൂൾ വെക്കുന്നത്. അത് മിഗ് ആണെന്നുണ്ടെങ്കിൽ 5 കിലോ വരെയുള്ള സ്പൂളുകൾ അവൈലബിൾ ആണ്. മിഗ് ആണെങ്കിൽ 5 കിലോ വരെ. മാഗ് ആണെങ്കിൽ 1 കിലോയുടെ സ്പൂളാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഇതിനകത്തേക്ക് ലോഡ് ചെയ്ത ശേഷം സ്പ്രിങ് വെച്ച് ഇതിനകത്തിട്ട് മുറുക്കുക. അതിനുശേഷം അതിൻ്റെ ആ കേബിളിൻ്റെ തുമ്പെടുത്ത് ഒന്ന് കട്ട് ചെയ്ത ശേഷം ഈ കാണുന്ന ചെറിയ ഹോളിലൂടെ കടത്തി വിടുക. അവിടുന്ന് നേരെ കണക്ഷൻ എടുത്ത് ഈ കാണുന്ന ഹോളിലൂടെ കടത്തി വിടുക. അപ്പോൾ ഇവിടെ കാണുന്ന ഈ നോബ് അതിൻ്റെ ടെൻഷൻ കറക്റ്റ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ലൂസ് ചെയ്ത ശേഷം ആ കേബിൾ നമുക്ക് ഇതിനുള്ളിലൂടെ കടത്തി വിടാനായിട്ട് എളുപ്പമുണ്ട്. മിഗിൻ്റെ വയർ ഇതിനുള്ളിലൂടെയാണ് കടത്തി വിടുന്നത്. ഇത് നമുക്ക് ഈ കാണുന്ന ഭാഗം ലൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ലോക്ക് തുറന്നു വരും. ലോക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ടെൻഷൻ, ഇത് മൂവ് ചെയ്യുന്ന ഈ ലോക്ക് മൂവ് ചെയ്യുന്ന വഴിയാണ്. അപ്പോൾ അതിൻ്റെ ടെൻഷൻ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ കാണുന്ന രീതിയിൽ നമുക്ക് ഈ കാണുന്ന വീലിൻ്റെ ടെൻഷൻ സെറ്റ് ചെയ്യാനുള്ള ലോക്കാണത്. അതിനുള്ളിൽ കൂടെ നമ്മൾ അത് ഊരിയ ശേഷം അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ മിഗിൻ്റെ മാഗിൻ്റെ വയർ കടത്തി വിടുക. അതിനുശേഷം ഈ ലോക്ക് താത്തി ഈ ലിവർ ഇട്ട് അത് ലോക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന സ്വിച്ച് നമുക്ക് ഇച്ചിങ് അഥവാ ഈ കേബിൾ വയർ നമുക്ക് കുറച്ച് കയറി വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇത് ചെയ്യുന്ന സമയത്ത് വെൽഡിങ് വയർ തന്നെ ഇതിനുള്ളിലേക്ക് കയറി പൊക്കോളും. അത് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചാണിത്. ഇതെൻ്റെ മുൻഭാഗമാണ് വെൽഡിംഗ് സെറ്റിൻ്റെ. ഈ കാണുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു കേബിളാണ്. മിഗാണോ മാഗാണോ എന്ന് സെലക്ട് ചെയ്യാനുള്ള കേബിളാണിത്. ഇത് മിഗ് ആണെങ്കിൽ കൊടുക്കേണ്ട സ്ഥലമുണ്ട്, മാഗാണ് കൊടുക്കേണ്ട സ്ഥലമുണ്ട്. ഇത് മാഗ് ആണെന്നുണ്ടെങ്കിൽ ഇത് നെഗറ്റീവിലേക്കും, മിഗ് ആണെങ്കിൽ പോസിറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. മാഗിന് നെഗറ്റീവിലും മിഗിന് പോസിറ്റീവിലും. ഇതിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ കവറിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡൗട്ട് വരേണ്ട ആവശ്യമില്ല. മാഗിന് നെഗറ്റീവിലും മിഗിന് പോസിറ്റീവിലും. അത് ആർക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നടുക്കായിട്ടൊന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. ഇവിടെയാണ് മാഗ് ആണെങ്കിൽ നെഗറ്റീവിലേക്ക്. ഇവിടെ നമ്മൾ വെൽഡിംഗ് ഹോൾഡറിന് നമ്മുടെ ഗ്യാസിൻ്റെ കണക്ടർ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഈ കാണുന്ന ഭാഗത്ത് ആർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ കേബിൾ ഇവിടെ കൊടുക്കാം. ഈ കാണുന്ന സെലക്ടർ നമുക്ക് ആവശ്യമനുസരിച്ച് തിരിച്ചും മറിച്ചും മാറ്റി കൊടുക്കാം. വെൽഡിംഗ് ഹോൾഡർ മാഗ് ചെയ്യുമ്പോൾ മാഗിൻ്റെ ഹോൾഡർ അല്ലെങ്കിൽ മിഗിൻ്റെ ഹോൾഡർ കണക്ട് ചെയ്യുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഹോളിനുള്ളിലൂടെയാണ് നമ്മുടെ വയർ കടന്നു വരുന്നതിൻ്റെ ഹോളിനുള്ളിൽ. ഒരു ഹോളിനുള്ളിലൂടെ ഗ്യാസ്, മറ്റേ ഹോളിനുള്ളിലൂടെ വയർ ഇത് കടന്നു വരും. മിഗ് ആണെങ്കിലാണ് ഗ്യാസ് വരിക, മാഗ് ആണെങ്കിൽ ഗ്യാസ് ഉണ്ടാവില്ല.
ഇതിൻ്റെ ക്യാപ്പുണ്ട്. ക്യാപ്പ് ഊരി മാറ്റിയ ശേഷം നമുക്കിത് ഈ കാണുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഈ കാണുന്നത് കറണ്ട് പോകാനുള്ള കണക്ഷനാണ്. ഈ ചെറിയ ഹോളിനുള്ളിലൂടെയാണ് വയർ കടന്നു പോകുന്നത്. ഇതിനകത്തൂടെയാണ് ഗ്യാസ് കടന്നു പോകുന്നത്. വലിയ ഹോളും ഇതുകൊണ്ട് കണക്റ്റ് ആകുമ്പോൾ അതിന് വെച്ച ശേഷം ടൈറ്റ് ചെയ്യുക. റോഡ് ഇതിൻ്റെ ഉള്ളിലൂടെ കടന്നു വരും. അത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഹാൻഡിൽ തന്നെ ഈ ഹോൾഡറിൽ തന്നെ സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഞെക്കുന്നതനുസരിച്ച് റോഡ് ഇറങ്ങി വരും. മിഗിൻ്റെ മാഗിനും സെയിം ഹോൾഡർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ സ്വിച്ച്. ഈ സ്വിച്ച് ഞെക്കുന്നതനുസരിച്ചിട്ട് വെൽഡിംഗ് റോഡ് പുറത്തേക്ക് ഇറങ്ങി വരും. ഈ കാണുന്ന നോബുകൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ കാണുന്നത് വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീഡിങ് ഇവിടെ കാണിക്കും. വോൾട്ടേജ് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഈ കാണുന്ന നോബ് നമ്മൾ മിഗ് ചെയ്യുമ്പോൾ ഈ കാണുന്നത് അതിൻ്റെ സ്പൂളിൻ്റെ സ്പീഡ്, വെൽഡിംഗ് റോഡിൻ്റെ സ്പീഡ് സെറ്റ് ചെയ്യാനുള്ളതാണ്. അതിൻ്റെ റീഡിങ് കാണിക്കുന്നത് മുകളിൽ ആംബിയർ എന്ന് പറയുന്ന ഈ ഭാഗത്തായിട്ടാണ്, ഈ കാണുന്ന ഭാഗത്താണ് അതിൻ്റെ റീഡിങ് കാണിക്കുക, സ്പീഡ് എത്രത്തോളം വേണമെന്നുള്ളത്. നമ്മളത് ആർക്കാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആംബിയർ ആണ് അവിടെ കാണിക്കുക. ആർക്ക് ചെയ്യുമ്പോൾ ഈ നോബ് തിരിക്കുമ്പോൾ അതിൻ്റെ ആംബിയർ ആണ് ഈ എ എന്ന് പറയുന്ന സെയിം ഡിസ്പ്ലേ തന്നെയാണ് കാണിക്കുക. അതിൻ്റെ ആംബിയർ അവിടെ കാണിക്കും. ഈ മൂന്നാമത് കാണുന്ന നോബ് വെൽഡിങ്ങിൻ്റെ ക്വാളിറ്റി, അഥവാ പെനിട്രേഷൻ, ആർക്ക് ഫോഴ്സ്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഈ സ്വിച്ചാണ് നമുക്ക് MMA ആണോ ആർക്കാണോ മിഗ് ആണോ എന്ന് സെലക്ട് ചെയ്യുന്ന സ്വിച്ചാണിത്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് MMA എന്ന് പറഞ്ഞാൽ ആർക്കാണ്, മിഗും മാഗിനും സെയിം പൊസിഷനാണ് സ്വിച്ചിനുള്ളത്. കാണുന്ന ഇൻഡിക്കേറ്റർ MMA അഥവാ ആർക്ക് ചെയ്യുമ്പോഴാണ്. മിഗിനും മാഗിനും സെയിം ഇൻഡിക്കേറ്റർ കാണിക്കും. ഈ കാണുന്നത് ഓവർ ഹീറ്റ് സ്വിച്ചാണ്. വെൽഡിംഗ് സെറ്റിൻ്റെ ഫാൻ കംപ്ലൈൻറ്റ് ആവുകയോ വെൽഡിംഗ് സെറ്റ് ഓവർ ഹീറ്റ് ആവുകയോ ചെയ്യുമ്പോൾ ഈ സ്വിച്ച് തെളിഞ്ഞു വരും. അപ്പോൾ ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ വെൽഡിംഗ് സെറ്റ് വീണ്ടും ഓൺ ആകും. ഇനി കാണുന്ന സ്വിച്ച്, ചുവന്ന സ്വിച്ച് എന്ന് പറയുന്നത് OC സ്വിച്ചാണ്. ഇത് നമുക്ക് വെൽഡിംഗ് സെറ്റ് കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ്, അതായത് സർക്യൂട്ട് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ ലൈറ്റ് തെളിയുന്നത്. ഈ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡിംഗ് സെറ്റ് സർവീസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകും. അതിൻ്റെ ഇന്നർ സർക്യൂട്ടിൽ എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഈ ലൈറ്റ് തെളിയുന്നത്. ഇവിടെയാണ് നമ്മൾ സ്പൂള് ലോഡ് ചെയ്യുന്നത്. ഇവിടെയാണ് ഇത് മാഗിൻ്റെ സ്പൂളാണ്. 0.8 mm സ്പൂളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റിൽ. വെൽഡിംഗ് സെറ്റിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മിഗിന് 1 mm വരെയും മാഗിന് 0.9 വരെയാണ്. പക്ഷെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 0.8 ആണ് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മിഗിലാണെങ്കിലും 0.8 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 1.2 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് 0.8ൻ്റെ വെൽഡിംഗ് റോഡാണ് വരുന്നത്. ആ കാണുന്ന വെൽഡിംഗ് റോഡ് ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഹോൾഡറിനുള്ളിലൂടെ കയറി വരും. അതിനാണ് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഞെക്കി കൊടുത്തു കഴിയുമ്പോൾ ഇതിനുള്ളിലൂടെ കടന്ന് ടോർച്ചിൻ്റെ ഫ്രണ്ടിലായിട്ട് വരും. ഇനി നമുക്കൊന്ന് വെൽഡ് ചെയ്ത് നോക്കാം. വളരെ സ്മൂത്ത് വെൽഡിംഗ് ആണ്. മാഗാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്യാസിൻ്റെ ആവശ്യമില്ല മാഗ് ചെയ്യുമ്പോൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വെൽഡിംഗ് സെറ്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽ എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടതിൽ സന്തോഷം. വീണ്ടും ഞങ്ങളുടെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്